ഹലോ! അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ക്രോപ്പ് ടോപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ക്ലോത്ത് 4ആയിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. ഇത് ലൈനിങ് ആണ്. അപ്പം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത്, ഷോൾഡർ അല്ല, ആകെ നമുക്ക് എത്ര വണ്ണം വേണോ വിത്ത് വേണോ അതനുസരിച്ചാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇവിടെ 6.5 മാർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് മാർക്ക് ചെയ്തെടുത്തേക്കുന്ന 11.5 എന്നിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യണം. 2 ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത് കൊടുക്കുന്നത്. ലെങ്ത് കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അതിനുശേഷം നമുക്കൊരു കർവ് പോലെ വരച്ചു കൊടുക്കണം. നമ്മൾ സാധാ നെക്ക് ഇങ്ങനെ അകത്താണ് വരച്ചു കൊടുക്കണം. ഇത് നമ്മൾ പുറത്തൂടെ ഇങ്ങനെ വേണം നമുക്ക് വരച്ചെടുക്കാനുള്ള. ഇങ്ങനെ പുറത്തൂടെ ഇങ്ങനെ ഒരു കർവ് പോലെ വേണം നമ്മൾ വരച്ചെടുക്കാനുള്ളത്. ഈ നെക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. സാധാ നെക്ക് പോലെയല്ല ചെയ്യുന്നത്. ഇതുപോലെയാണ് മാർക്ക് ചെയ്ത് എടുക്കുന്ന നെക്ക് നമ്മൾ എടുക്കുന്നേക്കാളും കുറച്ചും കൂടെ കൂട്ടി വേണം നമ്മൾ എടുക്കാനുള്ളത്. ഞാൻ ഇവിടെ 4 എടുത്തേക്കുന്നത്. എനിക്ക് 3 മതി, പക്ഷെ 4 എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ ഒരു 5.5 എങ്കിലും നമുക്ക് എടുക്കണം. ഞാൻ ഇവിടെ ഒരു 5.25 വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5.25 വരെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ ഒരു 1.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. 1.5 മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ 5 ആം ഹോൾ എടുക്കണം. 5.25 ആം ഹോൾ എടുത്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് കണക്ക് വരച്ചിട്ട് ആം ഹോൾ നമുക്ക് വരച്ചു കൊടുക്കാം. ആം ഹോള് നമുക്കിങ്ങനെ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യരുത്, ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിന്ന് ബേക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബേക്ക് ഫ്രണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്ക് എടുത്ത് വച്ചതിന് ശേഷം നമുക്ക് ഈ ആം ഹോളിൻ്റെ താഴ്ഭാഗത്തായിട്ട്, അതായത് ആം ഹോളിൻ്റെ തൊട്ട് താഴെ വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് ആം ഹോളിൻ്റെ അതുവരെ മതി. നമുക്ക് ബേക്ക് ഭാഗം നമുക്ക് മുകളിലോട്ടുള്ള പോർഷൻ വേണ്ട. ഇത്രയും ഭാഗം നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മൾ ബേക്ക് ഭാഗം, ഇതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് ആ മാർക്ക് ചെയ്തേക്കണേ കൂടി തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ലൈനിങ് ഇതുപോലെ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തും കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ 2 ഡോറി ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്ക് ഇവിടെ കൊടുക്കാനാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് വച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് പോർഷൻ ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്കത് ഇവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. എല്ലാ ഭാഗവും നല്ലപോലെ നോക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഇരിക്കുന്നതെന്ന് നോക്കണം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരുപോലെ തന്നെ ഇരിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്ക് വേണം നമുക്ക് ഡോറ് വെച്ച് കൊടുക്കാനായിട്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സൂചി കുത്തി നിർത്തിയ ശേഷം നമ്മൾ ഈ ഡോറി ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഡോറി ഇങ്ങനെ അകത്ത് ഇങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മളിവിടെ കുത്തി നിർത്തിയിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഷോൾഡറിൻ്റെ ഇവിടെ വരുമ്പോഴും ആ ഡോറി അതുപോലെ അകത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതുപോലെ മുകളിലായിട്ട് അടിയിൽ, അതായത് ലൈനിങ്ങിൻ്റെ അടിയിലായിട്ട് നമ്മളിതുപോലെ ഡോറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല വശത്ത്, അതായത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വേണം ഇങ്ങനെ ഇട്ട് അടിക്കാനായിട്ട്. അപ്പം ഞാൻ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഈ സ്റ്റിച്ച് അകത്ത് കവറായി പോണ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സൈഡും കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ രണ്ട് സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതും അതുപോലെ തന്നെ ഈ സൈഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. അപ്പം നമ്മളിങ്ങനെ രണ്ട് സൈഡും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിവിടെ എല്ലാം ഒരേ കട്ടുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇത് തിരിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിങ്ങനെ ചെറിയ ചെറിയ കട്ടുകൾ ഇവിടെ എല്ലാ സൈഡിലും ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് നമുക്കിതിനെ തിരിച്ചെടുക്കാം. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കട്ടുകളും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ് ഭാഗം മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് കൂടെ ഇങ്ങനെ ഒന്ന് നമുക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ഫ്രണ്ട് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ബാക്ക് പോർഷൻ ഞാൻ ഇതുപോലെ രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട്. സെൻറ്റർ വെച്ച് കട്ട് ചെയ്ത് 2 പീസായിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കണം, കവർ ചെയ്തെടുക്കണം. കുട്ടികൾക്കായതുകൊണ്ടാണ് അവരെ ദേഹത്തൊന്നും കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കവർ ചെയ്ത് തയ്ക്കാം. അപ്പം നമുക്കിത് ഇങ്ങനെ ഇതുപോലെ ഒരു ഭാഗം, താഴത്തെ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി 3 ഭാഗം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് അടിച്ച് മറിച്ചെടുക്കാം. നമ്മൾ ബാക്കും ഫ്രണ്ടും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിൽ ഹുക്കല്ല വയ്ക്കാനുള്ളത്, നമുക്ക് ഡോറിയാണ് വയ്ക്കാനുള്ളത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഡോറി ഇട്ടിട്ട് നമ്മൾ കെട്ടുന്ന രീതിയിലാണ് കസ്റ്റമർ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ 2 സ്ഥലത്തും ഡോറി വെച്ച് കൊടുക്കണം. അത് ഇതിൽ തന്നെ ഡയറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നില്ല, കാരണം ഇതിൽ കട്ടി കുറവായതുകൊണ്ട് നമുക്ക് ഒരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. പട്ടയുടെ അകത്തായിട്ടാണ് നമുക്ക് ഡോറി വെച്ച് കൊടുക്കാനുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കുറച്ച് ഇത് ഉണ്ടാക്കിയെടുക്കണം. ഇത് നമുക്ക് ബേക്കിൽ നമ്മൾ കെട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതുപോലത്തെ കുറച്ച് ഉണ്ടാക്കിയത്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കൂലേ, അതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ മടക്കുക. ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുക്കുന്നതാണ്. ഇങ്ങനെ മടക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ എടുക്കണം. ഇനി നമുക്കതിൽ ഇത് വച്ച് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് ഭാഗത്ത് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പട്ട വെച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് ഭാഗം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇത് വച്ച് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് വച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വച്ച് കൊടുക്കുമ്പോൾ തിരിച്ച് വച്ച് കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് വച്ച് കൊടുക്കണം. ഇങ്ങനെ വച്ച് കൊടുക്കരുത്, തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പം നമുക്കിങ്ങനെ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിങ്ങനെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം അതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ ഒരു പീസ് വച്ചിട്ട് ഇതിനിങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അകത്തോട്ട് മറിച്ച് അടിക്കാം. നമ്മളിങ്ങോട്ട് പട്ട വച്ചതിന് ശേഷം അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പതിച്ചു അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മടക്കി ബാക്കിലോട്ട് ഇങ്ങനെ മടക്കി ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മടക്കി ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഇതുപോലെ അടിച്ചെടുക്കാം. അതായത് ഇതുപോലെയാണ് ബാക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൽ നമുക്കിത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. വെച്ചിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം അല്ല ഫ്രണ്ട് ഭാഗം നമ്മൾ മടക്കി അടിച്ചിട്ടില്ല. അപ്പം ബാക്ക് വച്ച് നോക്കിയിട്ട് അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം മടക്കി അടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ട് ഭാഗം മടക്കി അടിക്കാം. ബാക്ക് രണ്ടും എടുത്ത് വച്ച് നോക്കിയതിന് ശേഷം മാത്രമേ മടക്കി അടിക്കാൻ പാടുള്ളൂ. ബാക്ക് നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടും കൂടി മടക്കി അടിക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് ഇങ്ങനെ എടുത്ത് വച്ചിട്ട് കറക്റ്റായിട്ട് വച്ച് കൊടുത്ത് നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഫ്രണ്ട് പോർഷൻ നമുക്ക് മടക്കി അടിക്കാം. അപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പ് ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ നെക്ക് കുറച്ച് വലുതായതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ നെക്കിൽ ചെറിയ ഡിഫറൻസ് ഇതുപോലെ വരുത്തിയിട്ടുണ്ട്. വേറൊരു നെക്കും കൂടി ഇതുപോലെ അടിച്ചെടുത്തിട്ട് അത് ഫ്രണ്ടിലായിട്ട് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വർക്കും കൂടി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വർക്കും കൂടിയൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.